സൂര്യൻ വന്നു തുടങ്ങി. സമയം 4:10. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റുന്നതായിരിക്കും. അമ്മേ, ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഉറങ്ങാൻ ഞാൻ കടന്നു കഴിഞ്ഞാൽ എണീക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഉറങ്ങണ കാര്യം ഞാൻ ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. കുറെ കാലേ ഉറക്കമൊക്കെ കളഞ്ഞ് പഠിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ, നല്ല കാര്യത്തിനായതുകൊണ്ട് മുന്നോട്ട് തന്നെ. ഇന്നിപ്പോൾ പാക്ക് ചെയ്യാൻ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇന്നലെയും ഞാനൊക്കെ തൊട്ട് പുറത്തുനിന്നാണ് കഴിക്കണേ. ഞാനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്സിക്കോളജിയാണ്. ഒരു ഗംഭീര സബ്ജക്റ്റ്. ഇപ്പം മനുഷ്യ ഡോക്ടറായിരുന്നു ഞാനെന്നുണ്ടായിരുന്നെങ്കിൽ മൃഗങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അല്ല മനുഷ്യന്മാരെ എങ്ങനെ അഫക്റ്റ് ചെയ്തു പഠിച്ചാൽ മതി. ഇപ്പം ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, പശുവിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, കുതിരേനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, കോഴീനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. കോഴി മാത്രമല്ലല്ലോ, വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ. അയ്യോ, ഇങ്ങനത്തെ ചില നിമിഷങ്ങളിലാണ് നമ്മൾ വിചാരിക്കുക എന്തിന്, വൈ ഡിഡ് ഐ. പക്ഷെ താല്പര്യമുണ്ട് എന്നാൽ പഠിക്കണ കാര്യം ഓർക്കുമ്പോഴാണ് ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തില്ലാനും കളിക്കില്ല. ആ ഒരു അവസ്ഥയാണ്. പക്ഷെ കടന്നു പോകുമായിരിക്കും. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് മുറിയൊക്കെ ഒന്ന് ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുക്കാൻ. ഒരു മണിക്കൂർ കൂടി, അല്ല അരമണിക്കൂറും കൂടി പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവും. പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പിന്നെ പാക്കിങ്ങിൽ നിന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇവനെ കയറ്റും, അവനെ കയറ്റും, ചാർജർ കയറ്റും, ഈ വീഡിയോ എടുക്കണ ഫോൺ കയറ്റും, മൈക്ക് കയറ്റും, ഹെഡ്സെറ്റ് കയറ്റും. പിന്നെ ഞാനും പോവും. ഇനി ഡ്രസ്സും മാറും. ഡ്രസ്സ് മിക്കതും ഞാനൊന്ന് ഇടാൻ പോകുന്നത് പുതിയൊരു മടക്കി വെച്ച് തീർക്കണോ. ഈ കാണുന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഇടും. 90% ഇടാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണം കിട്ടണമെങ്കിൽ എടുത്തിടും. അങ്ങോട്ട് നേരെ ജോലിക്ക് പോവും. ഷർട്ട് ഇടണില്ല. എന്നിട്ട് പുറത്തൊരു പൊടിക്ക് തണുപ്പുണ്ട്. നമ്മൾ റിസ്ക് എടുക്കരുത് ഈ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. ശുഭദിനം. ഓൾ സെറ്റ്. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ട്രാം കയറണം, നേരെ പോകണം. അപ്പോൾ ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുഞ്ചിത്തെറ്റിയ വർക്ക് ലൈഫ് ബാലൻസ്. പരീക്ഷ ഇല്ലാത്ത സമയത്തൊക്കെ സെറ്റാണ്. പരീക്ഷ ഉള്ള സമയത്ത് കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടില്ലാതൊരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിധി അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. കാരണം ഒരു വീക്കെൻഡ് പോയില്ലെങ്കിൽ അവർക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാവും. എനിക്ക് പകരക്കാരെ നോക്കിയിട്ട് ഈ സ്റ്റുഡിയോക്കാർ സമ്മതിക്കണില്ല. അപ്പം പിന്നെ തള്ളിച്ചേ പറ്റൂ എങ്ങനെയും. അതുകൊണ്ട് നമ്മൾ പോകുന്നു, നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നു, വിശ്രമിക്കുന്നു. വിശ്രമമാണ് ഇന്ന് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് അവിടെ പോയി പഠിക്കാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ടാണ് നമ്മളൊരു രാത്രി ഇരുന്ന് പഠിച്ചത്. ഐ തിങ്ക് ഐ വിൽ മാനേജ്. നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഒരു പകുതി എത്തിയിട്ടുണ്ട്. നാളത്തെ പരീക്ഷയുടെ മൊത്തം പോർഷൻസിൽ പകുതി നോക്കി എത്തിയിട്ടുണ്ട്. ഇനി ഇന്നിപ്പോൾ സ്റ്റുഡിയോയിൽ പോയി കിടന്ന് ഉറങ്ങി എണീറ്റ് ബാക്കി പകുതിയിൽ ഒരു കാലും കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയുള്ളത് ജസ്റ്റ് രാത്രി ഒന്ന് ഓടിച്ചുവിടും. ആ പകുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്നൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ തലയിൽ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇന്നത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താവും നമുക്ക് കണ്ടറിയാം. അയ്യോ ഇവിടെ ഒരു ട്രാം നിൽക്കണണ്ട. ഈ ട്രാം അങ്ങോട്ട് പോയിട്ട് കറങ്ങി വരുന്നതാണ് എനിക്ക് പോകാനുള്ള ട്രാം. എൻ്റെ സ്റ്റോപ്പാണ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഈ ട്രാം അങ്ങോട്ട് പോയി കറങ്ങി വരണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ ഒന്നും ഈ കാലത്ത് തന്നെ പറയാനില്ല. ട്രാമിൽ എനിക്കൊരു 35 മിനിറ്റ് തൊട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മാത്രം ഞാൻ പ്ലാൻ ഇട്ടില്ല. ഒന്നല്ലെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ പഠിക്കും, എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നിങ്ങളും പരീക്ഷ വരുമ്പോൾ ടൈമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കുക. ഉള്ള ടൈമിൽ മാക്സിമം എഫേർട്ട് ഇടുക, പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയൊക്കെ ഭാഗ്യത്തിനും ഇടുക, പ്രാർത്ഥിക്കുക. എത്തി. എല്ലാവർക്കും അവർക്ക് വേണ്ടത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ജോലി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തൊരു 4-5 മണിക്കൂർ നേരത്തേക്ക് എന്നെ ശല്യപ്പെടുത്താൻ വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താഴെ അവർ വരും. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തൊരു 4-5 മണിക്കൂർ ഞാൻ ഈ ജില്ലയിൽ നിന്നും പോവുകയാണ് എൻ്റെ ഒളിത്താവളങ്ങളിലേക്ക്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. കാലത്തെ യുദ്ധങ്ങൾ ഒക്കെ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി അവരവരുടെ യുദ്ധങ്ങൾ ചെയ്യട്ടെ, ഞാൻ എൻ്റെ പരിപാടിക്ക് പോകട്ടെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ലക്ഷറി ഉറക്കമല്ല, തെറ്റില്ലാത്ത ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരാശ്വാസം. ഉറക്കം കഴിഞ്ഞു, ഇനി പല്ല് തേപ്പിൻ്റെ സമയമാണ്. കാലത്തൊന്ന് അവരുടെ പരിപാടികൾ അവരും തീർത്തു, സന്തോഷം. ഒരു 4-4.5 മണിക്കൂർ ഉറങ്ങി. ഇപ്പം സമയം 10-11 മണി ആവാറായിട്ടുണ്ട്. 4+ മണിക്കൂർ മോറോർലെസ് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ പല്ല് തേപ്പിൻ്റെ സമയമാണ്. ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് കാര്യങ്ങൾ ഇതേവരെ പറഞ്ഞതുപോലെയൊക്കെയാണ് പോയേക്കണേ. ഇനി എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം എന്തായാലും പല്ല് വെക്കട്ടെ, പല്ല് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ബൈ. എൻ്റെ അമ്മേ വയ്യാണ്ടായി, ഒന്നും പറയണ്ട. അവസാനം ഇറങ്ങി. എനിക്ക് ചെറുതായിട്ട് തല ഒന്നും ഇങ്ങോട്ട് വിങ്ങുണ്ട്. ഉറക്കം കുറവിൻ്റെ ആണ്. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ഒരു 4 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഇന്നലെ രാത്രി ഉറങ്ങാത്തതിൻ്റെ ആണ്. ഇപ്പം ചെന്നിട്ടും കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ ഒരു പഠിത്തമാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അങ്ങോട്ട് നോക്കാം, അത് വെച്ചിട്ട് പോവാ. നാളത്തെ പരീക്ഷയ്ക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ജയം തോൽവി അത് നമ്മളെ ബാധിക്കണ കാര്യമല്ല. ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ, പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ജോലി സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് മാത്രം എന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെയാണ് ചില സമയത്ത് പലരും വിദേശത്ത് വന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് മലമറക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതിൻ്റെ കൂടെ സ്റ്റഡീസിനും കൂടി നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറ്റാത്ത സമയങ്ങൾ വരും. ഇപ്പം എനിക്ക് പറ്റിയ പോലെ വരും. നമുക്ക് പരമാവധി മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക, പിന്നെ ബാക്കി വിധിക്ക് വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ ശ്രമിക്കാണ്ടിരുന്നിട്ടില്ല. അത്രയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആകെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. എനിക്കറിയാൻ പാടില്ല, എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്തൊക്കെ എപ്പൊക്കെ എനിക്ക് എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്ന എൻ്റെ പേഴ്സണൽ കാര്യമാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സ്റ്റുഡിയോയിൽ. ഇന്നിപ്പോൾ കുറേ പ്രൊഡക്ട്സ് മിസ്സിങ്, കുറേ സൈസ് ഡിഫറൻസ്. അയ്യോ, കാലത്തോട്ട് മെയിലയക്കൽ. എൻ്റെ ഇടയിൽ സമയം ഉണ്ടാക്കി പോയി കിടന്ന് ഉറങ്ങൽ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൽ. എനിക്കറിയാൻ പാടില്ല എന്തെങ്ങനെയെന്ന്. പക്ഷെ കുഴപ്പമില്ല, എന്തൊക്കെയോ ഇതിനൊക്കെ കൂടി അറ്റവും വാലും ഒക്കെ കൂടി കൂട്ടിമുട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട. അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്നപ്പോൾ 13 മണിക്കൂർ ഓടിച്ചിട്ടുണ്ട് വണ്ടി. ഇനി പോയിട്ട് ഉറങ്ങല്ല, ഒന്ന് റെസ്റ്റ് കണ്ണിന് കുറച്ച് കൊടുത്തിട്ട് അടുത്ത സെറ്റ് നോക്കി തുടങ്ങണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാനൊന്നുമില്ല. വീട്ടിൽ ചെന്നിട്ട് നേരെ കുളിക്കുക, റെസ്റ്റ് എടുക്കുക, പഠിക്കുക, പരീക്ഷ എഴുതുക. നാളത്തെ വ്ളോഗിൽ കാണാം പരീക്ഷ പാസ്സായില്ല എന്ന് 2-3 ദിവസത്തിൽ അറിയും. രണ്ടായാലും കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. ബൈ.